സാറ് വന്നിട്ട് അടുത്തിരുന്നിട്ട് എന്ത് പറ്റിന്ന് മൂഡ് ഔട്ട് ആണല്ലോ, ഞാൻ കേട്ടത്. അങ്ങനെ ചോദിക്കും. അതായത് ഞാൻ ബേസിക്കലി പറയുന്നത് അങ്ങനെ സാറിന് ചോദിക്കേണ്ട ആവശ്യമില്ല. സാറ് അവിടെ വരുന്നു, സാറിന്റെ ജോലി ചെയ്യുന്നു, പോയാൽ മതി. പക്ഷെ സാറ് വന്നിട്ടിരുന്ന് ചോദിക്കും എന്താ. ഞാൻ പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേനും അത് ഇതാണ്, ഇങ്ങനെയാണ്, നമ്മളെങ്ങനെയാണോ ഒരു എന്താ പറയുക ഒരു സീനിയർ ആക്ടർ അല്ലെങ്കിൽ നമ്മളൊരു മെൻറ്റർ എങ്ങനെയാണോ നമ്മളെ ഗൈഡ് ചെയ്യുക അതുപോലെ ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ കുറേ അഡ്വൈസസും ഭയങ്കര സെൻസിബിൾ ആൻസേഴ്സാണ്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും ഭയങ്കര സെൻസിബിൾ. ഞാൻ അന്ന് ഒരു പ്രദീപ് സാറിൻ്റെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേനും കറക്റ്റായിട്ടുള്ള ആൻസറാണത്. അപ്പം അങ്ങനെ ഭയങ്കര പ്രിസൈസ് എന്നാൽ ഭയങ്കര കാം, പക്ഷെ സ്വീറ്റ്, ഭയങ്കര രസമാണ് സാറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. ഭയങ്കര രസമാണ്. ഇപ്പോൾ കരിയർ ഡ്രീംസിനെ കുറിച്ചിട്ട് എപ്പോഴും പറയുന്ന ആളാണ്. പണ്ട് പാഷനേറ്റ് എന്നായിരുന്നല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ക്യാപ്ഷൻ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ലോകയൊക്കെ നമ്മൾ വന്ന സമയം ലോക കണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ. ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഡ്രീം ക്യാരക്ടറാണോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ, അതായത് ലോക കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. എനിക്കിങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, അത് നമ്മളുടെ ഒരു സ്വന്തം ജയം പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെയൊക്കെ തോന്നിയ ഒരു പരിപാടിയായിരുന്നു അത്. അത് ഞാൻ 2 വട്ടം പോയി കണ്ടു ലോക. അത് ബേസിക്കലി അങ്ങനത്തെ ഒരു പടം, അതുപോലത്തെ ഒരു വിഷൻ, അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ബാക്ക് ചെയ്യുന്നു, അത് ഭയങ്കര ഹിറ്റാകുന്നു എല്ലാ മേഖലയിലും. അതിനകത്ത് എവ്രിതിങ്, ഡയറക്ഷൻ, എവ്രിതിങ്, ലൈക്ക് മ്യൂസിക്, എഡിറ്റിംഗ്, എല്ലാം, സിനിമാറ്റോഗ്രാഫി, എവ്രിതിങ് വാസ് ഓൺ പോയിന്റ്. നമുക്കത് ഭയങ്കരമായിട്ടും ഇങ്ങനത്തെ ഒരു പടം കിട്ടണം എന്ന് തോന്നൂലേ, അതുപോലെ തോന്നിയൊരു മൊമെന്റാ. അത് എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമാണത്. ടോക്സ് നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് ഓവർ ദി ടോപ്പ് ആക്ഷൻ അങ്ങനത്തെ പടങ്ങൾ? അങ്ങനെ ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഫീമെയിൽ സെൻട്രിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതല്ലാണ്ട് ഈ ഒരു സ്കെയിലുള്ള പരിപാടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഡ്യൂഡിയിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഡ്യൂഡ് ദിവാലിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു പാക്കേജ് മൂവി ആയിരിക്കും അത്. ഇൻ എവ്രി വേ ഫണ്ണുണ്ടാവും, മാസം ഉണ്ടാവും, എന്താ പറയുക, ഇമോഷണൽ, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്, എവ്രിതിങ് വിൽ ബി ദെയർ. എനിക്ക് തോന്നുന്നു അതാണ് ഡൂഡിനെ സ്പെഷ്യൽ ആക്കുന്നത്. ആൻഡ് ഡൂഡിനെ കാണാൻ പറ്റും ബേസിക്കലി. സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ സിനിമയുടെ ഉള്ളിലെ പ്രൊഫഷനിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സംഗീതേട്ടൻ, ഇവരെല്ലാവരും, നമ്മുടെ പ്രേമലു ടീം, നസ്ലൻ, ശ്യാമേട്ടൻ, അഖിലേച്ചി, എല്ലാവരും, ഞങ്ങളെല്ലാവരും കണക്റ്റഡ് ആണ്. പിന്നെ അതേപോലെ അനശ്വര, അപ്പം ഇവരൊക്കെയാണ് സെയിം വൈബിലുള്ളവരാ. ശരിക്കും ജനനായകൻ റിലീസ് ആവണം, പക്ഷെ അതിന്റെ ഒരു പ്രഷർ ഉണ്ടോ? ബീയിങ് വിജയ് മൂവി, അതും സാറിന്റെ ലാസ്റ്റ് മൂവി. പ്രഷർ ഇല്ല, കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത പടമാണ്. എനിക്ക് കിട്ടിയ ഒരു റയറസ്റ്റ് മൊമെന്റ് ആയിരുന്നല്ലോ സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും എന്നെ ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കറിയത്തില്ല അതിന്റെ റിസൾട്ട് എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ആഗ്രഹം സാധിച്ചു. ഐ ഫീൽ വെരി ഹാപ്പി. സാർ ശരിക്കും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞത് ഏതാ? ഈ നേരത്തെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞത് ഇനി വിജയ് ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ലാന്ന് തോന്നുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല.